ശ്രീ ഷുക്കൂർ, ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ഷൈൻ ടോം ചാക്കോ നമ്മൾ ഈ ചർച്ച നടക്കുന്നതിനിടയിൽ തന്നെ 2 പോസ്റ്റുകൾ പുതുതായിട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയത് ആ സിനിമയുടെ ഈ വിവാദമായിരിക്കുന്ന ചിത്രീകരണം നടന്ന ആ സിനിമയുടെ സൂത്രവാക്യം എന്ന സിനിമയുടെ പോസ്റ്ററാണ്. അതിൽ ഷൈൻ ടോം ചാക്കോയുണ്ട്, വിൻസിയുമുണ്ട്. അപ്പോൾ എന്താണ് ഈ കൊടുക്കുന്ന സന്ദേശം എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. ഇതിൽ പോലീസിൻ്റെ അന്വേഷണം സമഗ്രമായി നടക്കുന്നു, വേഗത്തിൽ വലവീശി എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായും. നേരത്തെ എക്സൈസ് റിട്ടയർഡ് ഓഫീസർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. 2015 തോന്നുന്നു ഇദ്ദേഹത്തെ ഒരു നർക്കോട്ടിക് കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത ശേഷം ആ സമയത്ത് നടന്ന ഈ സെക്ഷൻ 15 അദ്ദേഹം നേരത്തെ സൂചിപ്പിക്കേണ്ടായി. നമ്മുടെ ഈ നർക്കോട്ടിക് കേസ് വളരെ കർശനമായിട്ടാണ് രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഓരോ സംഗതി വളരെ ഗുരുതരമായ ശിക്ഷ, കഠിനമായ ശിക്ഷ നിയമം പറയുന്നത് കൊണ്ട് തന്നെ അതിലെ എല്ലാ പഴുതുകളും അടിച്ചതിന് ശേഷം ഉറപ്പാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തണമെന്നാണ് നിയമം പാർലമെൻറ്റ് ഉദ്ദേശിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് പാർലമെൻറ്റ് അത്തരം രീതിയിൽ നിയമം പാസ്സാക്കുന്നത്. നമ്മൾ ലഘുവായി കാണേണ്ട ഒരു കാര്യമല്ല. ആ കേസിൽ അതിൻ്റെ പത്രവാർത്ത വന്നത്, ആ കേസ് ഡിക്റ്റേറ്റ് ചെയ്ത ഓഫീസറും ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ആളും അതിനുശേഷം കോടതിയിൽ സാക്ഷ്യം മൊഴി പറഞ്ഞ ഓഫീസർമാരൊക്കെ വലിയ തോതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ഈ നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് സുപ്രീം കോടതി ഡിസിഷൻ പ്രകാരം എല്ലാ എസ് പിമാരുടെ നേതൃത്വത്തിലും പോലീസ് സൂപ്രണ്ടുമാരുടെ നേതൃത്വത്തിലും ഇത്തരം കേസുകളിൽ വീഴ്ച പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ജില്ലാ കോടതിയിലെ പ്രോസിക്യൂട്ടർ, ആ ബന്ധപ്പെട്ട കേസിൽ പ്രോസിക്യൂട്ടർ, അതിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, ഇവരൊക്കെ നിർത്തി ആർക്കാണ് വീഴ്ച പറ്റിയത് അത്തരം വീഴ്ച പറ്റിയവരെ കണ്ടെത്തി അവർക്ക് ശിക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം നിലവിലുള്ള ഗവൺമെൻറ് ഉണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് അക്കാര്യത്തിൽ മുൻകൈ എടുക്കണമെന്നാണ് ഈ ചർച്ചയിൽ എനിക്ക് കൃത്യമായി പറയാനുള്ളത്. ആ കേസ് പെർട്ടിക്കുലർ കേസ് കാരണം മാത്രമല്ല, 2015 ശേഷം നിരന്തരം ഈ നടനെക്കുറിച്ച് ഇത്തരം ആക്ഷേപങ്ങൾ വരികയാണ്. സോഷ്യൽ മീഡിയയിലും എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ആൾക്കാർ ആക്ഷേപം പറയുകയാണ്. ഇന്നും അതേ രീതിയിൽ അദ്ദേഹം പെരുമാറുകയാണ്. അതിൻ്റെ അർത്ഥം ഈ നിയമവാഴ്ച അദ്ദേഹത്തിന് വില വെക്കുന്നില്ല എന്നും ഈ നിയമമൊന്നും അദ്ദേഹം വകവെക്കുന്നില്ല എന്നും അദ്ദേഹം ഈ നിയമത്തെ എല്ലാം അതീതനായി ജീവിക്കുന്ന ഒരാളാണെന്നത് തോന്നലുണ്ടാക്കുകയാണ്. അത് കർശനമായി നേരിടേണ്ട ഉത്തരവാദിത്വം നിയമവാഴ്ച ഉറപ്പാക്കാൻ ബാധ്യതയുള്ള മുഴുവൻ ആളുടേതാണ്. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഈ പോഷ് ആക്ട് പ്രകാരം നമ്മുടെ ഈ വർക്ക് പ്ലേസിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് തടയുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് പോഷ് ആക്ട് രാജ്യത്ത് നിലവിൽ വന്നത്. പോഷ് ആക്ട് പ്രകാരം പ്രിവെൻഷനും പ്രൊട്ടക്ഷനും റിഡ്രസലുമാണ് അതിൽ പറയുന്നത്. ഈ പ്രിവെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ 1.5 വർഷം വളരെ സജീവമായി നമ്മുടെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്തു. നിരവധി കേസുകൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേരള പോലീസ് അതൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മുടെ സഹോദരിമാർക്ക് നടിമാർക്ക് കൃത്യമായി ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായി കാണേണ്ട കാര്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.